തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്ന് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി എം മുകേഷ്. MLA എന്ന നിലയിൽ കൊല്ലത്തിന് വേണ്ടി ചെയ്ത വികസന പ്രവർത്തനങ്ങൾ വോട്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. മീഡിയ വൺ ദേശീയപാതയിൽ എഡിറ്റർ പ്രമോദ് രാമനുമായി സംസാരിക്കുകയായിരുന്നു എം മുകേഷ്. നമസ്കാരം. നമ്മൾ കൊല്ലം മണ്ഡലത്തിലാണ്. മീഡിയ വൺ ദേശീയപാത ഇപ്പോൾ നിൽക്കുന്നത് കുണ്ടറയിലാണ്. അവിടെ നമ്മളോടൊപ്പം ചേരുന്നത് LDF സ്ഥാനാർത്ഥി എം മുകേഷ്. നമസ്കാരം. എങ്ങനെ പോകുന്നു പ്രചാരണമൊക്കെ? വളരെ ഗംഭീരമായിട്ട് പോകുന്നു. നമ്മൾ കുറച്ച് നേരത്തെ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഏകദേശം ഒരു 27-28 ദിവസമായി. മണ്ഡലം മുഴുക്കെ 2-3 പ്രാവശ്യം കവർ ചെയ്ത് വരും. എവിടെയെങ്കിലും ഞാൻ തോൽക്കുമെന്നുള്ളൊരു ഫീലിങ്ങേ വരുന്നില്ല. അത്രമാത്രം ആവേശമാണ് ആൾക്കാർക്ക്. അതൊരു താരം എന്നുള്ള ആ താരപരിവേഷം കൊണ്ട് കൂടിയാണോ, അതോ ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു രാഷ്ട്രീയ എന്താ പറയുക ആ നിലപാടിനോടുള്ള ആളുകളുടെ ഒരു മതിപ്പാണോ? എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്? അല്ല, ഞാൻ ആദ്യം ഇലക്ഷൻ നിന്നപ്പോഴത്തേക്ക് എല്ലാവരും ആശ്വസിച്ചിരുന്നു. ഈ ബഹളവും കൈകാണിപ്പും ഷേക്കാൻഡും ഒക്കെ സിനിമാ നടന് കിട്ടുന്നതാണെന്ന്. പക്ഷേ വോട്ടെണ്ണിയപ്പോഴത്തേക്ക് സിനിമാ നടനല്ലായിരുന്നു, അത് LDFന് കിട്ടിയ വോട്ടാണെന്നുള്ളത് മനസ്സിലായി. എതിരാളി ശ്രീ NK പ്രേമേന്ദ്രൻ ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ്. അദ്ദേഹം MP ആയിട്ട് കുറേ വർഷമായി. അപ്പോൾ പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് വരുന്ന ഒരു ക്യാമ്പയിൻ എന്ന് വെച്ചാൽ അദ്ദേഹം ചിലപ്പോൾ BJPയിലേക്ക് പോയി കളയുന്ന തരത്തിലുള്ള ക്യാമ്പയിനുകളും വരുന്നുണ്ട്. ശ്രീ മുകേഷിന് എന്താണ് തോന്നുന്നത്? അല്ല, ഞാനത് ഒരിക്കലും എതിർ സ്ഥാനാർത്ഥി ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കലും അതിനകത്തൊരു കമൻറ്റ് പറയുന്നില്ല. അതിപ്പോൾ നാട്ടുകാരെങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ, അത് കാത്തിരുന്ന് കാണാനുള്ളതാണ്. തിരഞ്ഞെടുപ്പ് തന്ത്രമായിട്ടോ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും മെച്ചം കിട്ടുമെന്നോ ഞാൻ വിചാരിക്കുന്നില്ല. മറ്റൊരു നടൻ കൂടി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിനോട് പറയാനുള്ളത് എന്താ? കേന്ദ്രം ഭരിക്കുന്ന ആളുടെ റെപ്രസെൻറ്റേറ്റീവ് ആണല്ലോ. അപ്പോൾ നാച്ചുറലി അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യം ഇവർക്ക് എനിക്ക് ഇതിനകത്തുള്ള ഒരു മേൽക്കൈ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും കൊണ്ടുവരും എന്ന് പറയുന്നതേ ഉള്ളൂ. ഞാൻ ഈ 7.5 കൊല്ലം കൊണ്ട് കൊണ്ടുവന്നു പലതും. ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നല്ല പിന്തുണ കിട്ടുന്നുണ്ടോ? അത് കാരണം ഇപ്പോൾ രണ്ട് നടന്മാർ രംഗത്ത് വന്നു കഴിഞ്ഞാൽ അവരും പെട്ടുപോകില്ലേ? ഫിലിം ഇൻഡസ്ട്രിയെ പുകഴ്ത്തി പറയാമെന്ന് വിചാരിക്കരുത്. ഒരു മനുഷ്യൻ പോലും ഇതിലായിട്ടും വിളിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രോത്സാഹനം ഞാൻ പ്രതീക്ഷിക്കുന്നതുമില്ല. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയൊക്കെ അവർ ഒരുപാട് ഹറാസ് ചെയ്യും. ഒരാളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ അതൊക്കെ ആയിരിക്കും. എന്നാൽ അതിനപ്പുറം വരുന്ന ചിലരുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവിധ ആശംസകളും ഇലക്ഷന് വിജയിച്ച് വരാൻ കഴിയട്ടെ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.